വാർത്തകൾ തുടരുന്നു. അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെ സയാമീസ് ഇരട്ടകളായ കുഞ്ഞുങ്ങളെ വത്തിക്കാനിലെ പീഡിയാട്രിക് ആശുപത്രിയിൽ വേർപെടുത്തി. 30-ലധികം ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് നടത്തിയ 18 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ വിജയപ്രദമാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ ഗ്രാമത്തിൽ ജനിച്ച ഈ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും 2014 വത്തിക്കാനിലെ ബാംബിനോ യേസു ആശുപത്രിയിൽ എത്തിച്ചത്. ബാംബിനോ യേസു ആശുപത്രിയുടെ പ്രസിഡന്റ് മാരിയെല്ലോ എനോക് ബാങ്കുയി സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയതാണ് ഈ കുഞ്ഞുങ്ങളെ. എർവീന, പ്രഫീന എന്നീ കുഞ്ഞുങ്ങൾക്ക് അന്ന് ഏതാനും ദിവസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചു കിടക്കയിലായിരുന്നു അവർ. രണ്ടുപേരും രക്ഷപ്പെടാൻ ഇടയില്ലെന്നും ചെറിയ അണുബാധ വന്നാൽ അവർ മരിച്ചുപോകുമെന്നും തന്നോട് പറഞ്ഞു. റോമിൽ ഇരട്ടകളെ തീവ്രമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും മൂന്നാമത്തെയും അവസാനത്തെയും ശസ്ത്രക്രിയയിലൂടെ ഇരുവരെയും വേർപെടുത്തുകയായിരുന്നു. വളരെ സാങ്കേതികമായി വീനസ് ഡ്രെയിനേജ് എന്ന ഭാഗമായിരുന്നു ഇതിലെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ. ന്യൂറോ സർജൻ ഡോക്ടർ കർലോ മറാസിന്റെ നേതൃത്വത്തിൽ വളരെ സൂക്ഷ്മമായി ഇത് ചെയ്തു. അല്പം പിശക് പറ്റിയാൽ ശസ്ത്രക്രിയ ദുരന്തമായി ഭവിക്കുമായിരുന്നു. ഇറ്റലിയിൽ ഇങ്ങനെ വിജയപ്രദമാകുന്ന ആദ്യ ശസ്ത്രക്രിയയാണിത്. ഇരട്ടകൾ സുഖം പ്രാപിച്ചു വരികയാണ്. ബുദ്ധിപരമോ ചലനപരമോ ആയ വൈകല്യങ്ങളില്ലാതെ ഇരുവർക്കും വളർച്ച പ്രാപിക്കാനാകുമെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.